എണ്ണസമുദ്രം, സ്വർണ്ണക്കുന്നുകൾ തുടങ്ങി ആരെയും മോഹിപ്പിക്കുന്ന ഒരു രാജ്യം. അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ കണ്ണുകൾ വെനസ്വേലയിലേക്ക് തിരിഞ്ഞത് വെറുതെയല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാകേണ്ട വെനസ്വേലയ്ക്ക് എന്താണ് സംഭവിച്ചത്? വെനസ്വേലയുടെ തകർച്ച പെട്ടെന്നുണ്ടായ ദുരന്തമല്ല. അത് പതിറ്റാണ്ടുകളായി വളർന്നുവന്ന അധികാര അഹങ്കാരത്തിന്റെ, അഴിമതിയുടെ, സ്ഥാപന നശീകരണത്തിന്റെ, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അനിവാര്യമായ അന്ത്യം മാത്രമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാകേണ്ട വെനസ്വേല പട്ടിണിയുടെയും കുടിയേറ്റത്തിന്റെയും പ്രതീകമായി മാറിയതിന്റെ പിന്നിൽ പ്രകൃതിയുടെ ശാപമല്ല, മറിച്ച് രാഷ്ട്രീയത്തിന്റെ ക്രൂരത മാത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം കൈവശമുള്ള രാജ്യമായാണ് വെനസ്വേല ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. ആഗോള അസംസ്കൃത എണ്ണശേഖരത്തിന്റെ ഏകദേശം 17% ഈ രാജ്യത്തിൻ്റെതാണ് എന്നതാണ് കണക്ക്. വെനസ്വേലയുടെ പ്രകൃതി സമ്പത്ത് എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്വർണം, നിക്കൽ, ബോക്സൈറ്റ്, കോൾട്ടാൻ തുടങ്ങിയ തന്ത്രപ്രധാന ധാതുക്കളുടെ വൻ നിക്ഷേപങ്ങൾ ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വിഭവസമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ സമ്പത്ത് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ ശ്രദ്ധ നിരന്തരം വെനസ്വേലയിലേക്ക് തിരിയാൻ കാരണമാകുന്നതും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വെനസ്വേലയിലുണ്ടെന്ന് കരുതപ്പെടുന്ന സ്വർണ്ണശേഖരം 8000 ടണ്ണിലധികമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ സമ്പത്ത് കൈവശമുള്ള രാജ്യങ്ങളുടെ മുൻനിരയിലേക്കാണ് വെനസ്വേല എത്തുന്നത്. എന്നാൽ ഇത്രയധികം അപാര സമ്പത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയായി മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പതിറ്റാണ്ടുകളായി തുടരുന്ന ദുർഭരണം, അഴിമതി, ദുർബലമായ ഭരണ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എന്നിവയെല്ലാം ഈ സമ്പത്തും മറ്റു ധാതുക്കളും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ രാജ്യത്തെ അശക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ കാലഘട്ടത്തിൽ വിദേശ വായ്പകൾ ഉറപ്പാക്കാനും ബാഹ്യകടങ്ങൾ തീർക്കാനും രാജ്യത്തേക്ക് വിദേശ കറൻസി ഒഴുക്കാനുമായി വെനസ്വേല ആവർത്തിച്ച് സ്വർണ്ണശേഖരം വിറ്റഴിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഫലമായി വിഭവസമൃദ്ധിയുണ്ടായിട്ടും സ്വർണം ഉൽപാദനം രാജ്യത്ത് വളരെ താഴ്ന്ന നിലയിൽ തുടരുകയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 ഡിസംബറോടെ വെനസ്വേലയിലെ ഔദ്യോഗിക സ്വർണ്ണ ഉൽപാദനം വെറും 30.6 ടൺ മാത്രമായിരുന്നു. ആഗോള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത് വളരെ ചെറിയ തോതാണെന്നും രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകളോട് ഇത് യാതൊരു പൊരുത്തവുമില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1990 മുതൽ വെനസ്വേലയിൽ പ്രതിവർഷം ശരാശരി 11.6 ടൺ സ്വർണം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. 1997 ഉൽപാദനം 22.3 ടൺ എന്ന ഉയർനിലയിലെത്തിയെങ്കിലും പിന്നീട് അത് സ്ഥിരമായി ഇടിഞ്ഞു. ഈ കണക്കുകൾ രാജ്യത്തിന്റെ സമ്പന്നമായ ധാതു സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കാൻ വെനസ്വേലയ്ക്ക് സാധിച്ചിട്ടില്ലെന്നതിന്റെ തെളിവുകൾ കൂടിയായി മാറി. വെനസ്വേലയുടെ ധാതു സ്വപ്നങ്ങളുടെ കേന്ദ്രബിന്ദുവായി കണക്കാക്കപ്പെടുന്ന ഒറിനോഗോ മൈനിംഗ് ആർക്ക് എന്ന മഹാവിസ്തൃതമായ പ്രദേശമാണ്. രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് ഏകദേശം 1,10,800 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നത്. വജ്രങ്ങൾ, സ്വർണം, മറ്റ് തന്ത്രപ്രധാന ധാതുക്കൾ എന്നിവയുടെ വൻ ശേഖരം ഈ പ്രദേശത്തിനടിയിലുണ്ടെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ഒറിനോഗോ മൈനിംഗ് ആർക്കിൽ മാത്രം 8000 ടണ്ണിലധികം സ്വർണ്ണമുണ്ടെന്ന അവകാശവാദം സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ വെനസ്വേല ലോകത്തിലെ ഏറ്റവും വിഭവസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി മാറും. സ്വർണത്തിനൊപ്പം ഇലക്ട്രോണിക്സ്, എയ്റോസ്പേസ് വ്യവസായങ്ങളിൽ നിർണായകമായ കോൾട്ടാൻ, ടിന്നിന്റെ പ്രാഥമിക അയിരായ കാസറ്ററൈറ്റ് കൂടാതെ നിക്കൽ, കൊബാൾട്ട് പോലെയുള്ള ബാറ്ററി ലോഹങ്ങൾ എന്നിവയും ഈ മേഖലയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 4 ലക്ഷം ടണ്ണിലധികം നിക്കൽ ശേഖരം വെനസ്വേലയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ഇപ്പോഴും പരിമിതമാണ്. സാങ്കേതിക വിദ്യയുടെ അഭാവവും നിക്ഷേപക്കുറവും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായി പറയപ്പെടുന്നത്. എന്നാൽ ഈ ധാതുഖനനം വെനസ്വേലയിലേക്ക് അവസരങ്ങൾക്കൊപ്പം വലിയ അപകടങ്ങളും സൃഷ്ടിക്കുകയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞരും തദ്ദേശീയ സമൂഹങ്ങളും അനിയന്ത്രിത ഖനനം മൂലമുള്ള വനനാശം, നദീ മലിനീകരണം, ജൈവ വൈവിധ്യനാശം എന്നിവയെക്കുറിച്ച് കടുത്ത ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. സ്വർണ്ണ മേഖലയുടെ ദേശസാൽക്കരണം നിരവധി ഖനന പ്രവർത്തനങ്ങളെ നിയമവിരുദ്ധവും അർത്ഥനിയന്ത്രിതവുമായ ശൃംഖലകളിലേക്ക് തള്ളിവിട്ടതായും വിമർശനം ഉയർന്നു. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായിരുന്ന വെനസ്വേല ഇന്ന് ഒരു നിർണായക വഴിത്തിരിവിലാണ്. അതിന്റെ അപാരമായ എണ്ണയും ധാതുസമ്പത്തും സാമ്പത്തിക വീണ്ടെടുക്കലിന് അടിത്തറയാകുമോ, അതോ അഴിമതിയും പരിസ്ഥിതി നാശവും അസ്ഥിരതയും കൂടുതൽ ശക്തിപ്പെടുമ്പോൾ ഇത് രാജ്യത്തിന് ശാപമായി മാറുമോ എന്നതാണ് ചോദ്യം. ഫ്യൂഗോ ഷാവോസിന്റെ മരണത്തിനു ശേഷം അധികാരത്തിലെത്തിയ നിക്കോളാസ് മദൂറോ ജനാധിപത്യത്തിന്റെ പേരിൽ ശേഷിച്ചിരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ക്രമാതീതമായി ശൂന്യമാക്കി. ഭരണകൂടത്തെ ഒരു കുടുംബ സൈനിക നാർക്കോ കൂട്ടുകെട്ടായി മാറ്റുകയായിരുന്നു. ഈ ദീർഘകാല തകർച്ചയുടെ നാടകീയമായ അന്ത്യഘട്ടമായിരുന്നു ഇപ്പോൾ ലോകം കണ്ട അമേരിക്കയുടെ നടപടി. മദൂറോയെയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയെന്നും
മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ഭീകരവാദം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയെന്നും വന്ന വാർത്തകൾ ഒരു രാഷ്ട്രത്തലവന്റെ പതനം എന്നതിലുപരി ആഗോള ശക്തി സമവാക്യങ്ങളിൽ ഒരു ഭൂകമ്പമായി മാറി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം സൈനികമായി പിടികൂടി സ്വന്തം കോടതിയിൽ ഹാജരാക്കുന്ന കാഴ്ച രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ലോകക്രമത്തിന്റെ അടിസ്ഥാന ധാരണകളെ പോലും ചോദ്യം ചെയ്തു. എന്നാൽ ഈ വാർത്ത വെനസ്വേലയിൽ ഉണ്ടാക്കിയ പ്രതികരണം ലോകം പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു. സാധാരണയായി ഒരു വിദേശ സൈനിക ഇടപെടൽ ഭീതിയും കലാപവും സൃഷ്ടിക്കുന്നതാണെങ്കിൽ വെനസ്വേലയിൽ തെരുവുകൾ നിറഞ്ഞത് ആഹ്ലാദം കൊണ്ടായിരുന്നു. കാരക്കാസിലും മറൈക്കാബോയിലും വാലൻസിയയിലും ജനങ്ങൾ തെരുവിലിറങ്ങി. വർഷങ്ങളായി ക്ഷാമവും അടിച്ചമർത്തലും അനുഭവിച്ച ഒരു ജനത ഈ സംഭവത്തെ ഒരു അധിനിവേശമായല്ല, മറിച്ച് ഒരു നീണ്ട ഇരുണ്ട രാത്രിയുടെ അവസാനം വന്ന വെളിച്ചമായായിരുന്നു കണ്ടത്. മദൂറോയെ ആഗോളതലത്തിൽ പൂർണ്ണമായി പ്രതിസ്ഥാനത്ത് നിർത്തിയത് നാർക്കോ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. വെനസ്വേല നേരിട്ട് കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമല്ലെങ്കിലും കൊളംബിയയിൽ നിന്നുള്ള മയക്കുമരുന്ന് അമേരിക്കയിലേക്കുള്ള പ്രധാന ട്രാൻസിറ്റ് പാതയായി രാജ്യം മാറിയിരുന്നു. കാറ്റൽ ഓഫ് ദി സൺസ് എന്ന പേരിൽ മദൂറോയും ഭാര്യയും സൈനിക തലവന്മാരും ചേർന്ന് പ്രവർത്തിപ്പിച്ച മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ചുള്ള അമേരിക്കൻ കണ്ടെത്തലുകൾ ഭരണകൂടത്തിന്റെ ഇരുണ്ട മുഖം തുറന്നുകാട്ടി. തോക്കിൻ മുനയിൽ രാജ്യം ഭരിച്ച ഈ ഭരണാധികാരി ഇനി നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്.